മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന് അറിയില്ല. തന്റെ മുന്നിലുള്ള കാര്യങ്ങളല്ലാതെ അപ്പുറത്തുള്ളത് അറിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകനോട് ഒരു കാര്യം പറയണമെങ്കിൽ സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കിതാബിന് ശേഷം ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന പ്രമാണം അത് സ്വഹീഹുൽ ബുഖാരിയാണ്. ആ സ്വഹീഹുൽ ബുഖാരിയിലെ 741 ഹദീസ് എന്താണെന്ന് അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബത്തിനോട് പറയുകയാണ്, വല്ലാഹി ലാ യഖ്ഫാ അലയ്യ റുകൂഉകും വലാ ഖുശൂഉകും. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഓ സഹാബത്തെ, നിങ്ങളുടെ റുകൂഉം നിങ്ങളുടെ ഖുശൂഉം ഒന്നും എന്റെ മേൽ അവ്യക്തമല്ല. ഞാൻ മുന്നിൽ ഇമാമായി നിസ്കരിക്കുന്നുവെങ്കിലും ബാക്കിലുള്ള നിങ്ങളുടെ ഭയഭക്തി എനിക്കറിയാം. ബാക്കിലുള്ള നിങ്ങൾ റുക്കൂയിൽ പോകുന്ന അതുപോലെ നിങ്ങളുടെ ചലനങ്ങൾ എനിക്കറിയാം. എന്റെ ബാക്കിലൂടെ നിങ്ങളെ ഞാൻ കാണുന്നു. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. സ്വഹീഹുൽ ബുഖാരി ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. മൗലവിയുടെ വാദപ്രകാരം പ്രാർത്ഥനയെക്കുറിച്ച് നബി തങ്ങൾക്ക് ഒരു ധാരണയില്ല. ഈ പ്രാർത്ഥനയെക്കുറിച്ച് ആകെ വിവരമുള്ളത് ആർക്കാണ്? ഇതുപോലെയുള്ള കുറച്ച് മൗലവിമാർക്കാണ്. ഇത് ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ഉദ്ധരിച്ചതാണ് കേട്ടോ. ഇതുപോലത്തെ 100 കണക്കിന് സംഭവങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ പറ്റും.